സൂപ്പർ 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 വ്യൂ ആണ് ഈ സൈഡിൽ നിന്ന്. ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ വരുമ്പോൾ. നമസ്കാരം, എല്ലാവർക്കും അനന്തപുരത്തെ കാണാ കാഴ്ചകൾ എന്നുള്ള നമ്മുടെ ആ ഒരു ട്രാവൽ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് പാർട്ട് 2 സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കാളിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഏകദേശം നെയ്യാർ ഡാമിൻ്റെ ഒരു വശത്തായിട്ടാണ് ഈ കാളിപ്പാറ വരുന്നത്. ഇതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ കഴിയും. അതിനോടൊപ്പം നെയ്യാർ ഡാമിൻ്റെ ടോപ്പ് വ്യൂ കിട്ടുന്ന ഒരേ ഒരു പ്ലേസ് ഈ കാളിപ്പാറയാണ്. അപ്പോൾ പോകെയുള്ള കാഴ്ചകൾ നമുക്കിനി മുന്നോട്ട് കാണാം. അപ്പോൾ ഇത്രയും കയറ്റം കയറിയാണ് നമ്മൾ മുകളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും ടൈം ട്രാവലറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കാളിപ്പാറയിലേക്ക് എത്താനായിട്ട് 2 വഴികളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വരുന്ന വഴി അധികം ആരും ഉപയോഗിക്കാത്ത ഒരു വഴിയാണ്. അപ്പോൾ ഇതിലേ വന്നാൽ മാത്രമേ നമുക്ക് വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ കുറച്ചുകൂടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ആഡ് ചെയ്തേക്കാം. അതാണ് ഞാൻ കാറ് പാർക്ക് ചെയ്ത ലൊക്കേഷൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ആ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ആസ്വദിച്ച് ഇതുപോലെ തന്നെ നമുക്ക് കാളിപ്പാറയിലേക്ക് കയറിപ്പോകാൻ സാധിക്കും. ഈ ഒരു സീരീസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. മ്യൂസിയം ഉണ്ട്, വിഴിഞ്ഞമുണ്ട്, ആക്കുളം ഉണ്ട്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ട്രിവാൻഡ്രത്തുണ്ട്, പൊന്മുടിയുണ്ട്. പക്ഷേ ഇതിനുപരിയായിട്ട് അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് പ്ലേസസ് ട്രിവാൻഡ്രം ജില്ലയിലുണ്ട്. അതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ട്രാവൽ സീരീസ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ കാളിപ്പാറയുടെ ഒരു 25% പോലും മുകളിലേക്ക് കയറിയിട്ടില്ല. എന്നിട്ടും ഇവിടെ നിന്നാൽ കിട്ടുന്ന ഒരു വ്യൂ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയുള്ള വ്യൂ എന്തായിരിക്കും? എന്തായാലും ഈ ഒരു ഡെസ്റ്റിനേഷനും ഇനി പോകെ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകാം. സൂപ്പർ 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 വ്യൂ ആണ് ഈ സൈഡിൽ നിന്ന്. ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ വരുമ്പോൾ. ഇവിടെ നിന്ന് നമുക്ക് നെയ്യാർ ഡാമും അതിൻ്റെ പരിസര പ്രദേശങ്ങളും മുഴുവനായിട്ടും കാണാൻ സാധിക്കും. നെയ്യാർ ഡാമിൻ്റെ റിസർവോയറും അതിനോടൊപ്പം നെയ്യാർ ഡാമും നമുക്ക് ഈ സൈഡിലായിട്ട് കാണാം. പിന്നെ ഒരു സഫാരി പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആ സൈഡിൽ. അതൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് കണ്ടീഷനാണ്. ഒക്ടോബർ 1 ശേഷം ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം പോയി ഷൂട്ട് ചെയ്യാം. അത് ഞാൻ വേറൊരു സീരീസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവിടെ KTDCയുടെ ആ റിസോർട്ടും കാര്യങ്ങളും ഉണ്ട്. നമുക്കിവിടെ ഹോം സ്റ്റേയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നെയ്യാർ ഡാമിൽ അവൈലബിൾ ആണ്. ഇവിടെ ചെറിയൊരു റോഡ് കാണാം. അത് സഫാരി പാർക്കിന് ഉള്ളിലേക്ക് പോകുന്ന റോഡാണ് ഇവിടെ കാണുന്നത്. കാളിപ്പാറ എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ നമുക്ക് നേരെ ട്രിവാൻഡ്രം നെയ്യാർ ഡാം റോഡുണ്ട്, പേയാട് വഴി. ആ റോഡേ നമുക്ക് നെയ്യാർ ഡാം പോകുന്ന റൂട്ടിൽ നിന്ന് ഒരു 4-4.5 കിലോമീറ്റർ, ഇല്ല ഒരു 2-2.5 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് ഡൈവേർട്ട് ചെയ്താൽ ഈ ഒരു ലൊക്കേഷനിലെത്താം. ലൊക്കേഷനും കാര്യങ്ങളിലൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അതുപോലെ നെടുമങ്ങാട് ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ ആറ്റിങ്ങൽ, കൊല്ലം ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ നെടുമങ്ങാട് വഴി, അരനാട് വഴി ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റും. എന്തായാലും ഇവിടെ വന്ന് ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ എത്ര ടെൻഷനായിട്ടുള്ള ഒരാളുടെയും മനസ്സിൽ എന്ത് സൂപ്പർ സ്ഥലമെന്ന് ഒരു ചിന്ത വരും, അതെനിക്ക് ഉറപ്പാണ്. കാളിപ്പാറ എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷൻ ഒരു ലോകാംബിക ടെമ്പിളിനെ കൊണ്ടാണ് പ്രശസ്തമായിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു അമ്പലമുണ്ട്. നമ്മൾ എത്തിയിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് കാണുമോ എന്നറിയില്ല. നേരെ ടോപ്പിലാണ് ആ അമ്പലം. അപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ലൊക്കേഷൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ, കൂടിപ്പോയ ഒരു 100-150 മീറ്റർ മുകളിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് നെയ്യാർ ഡാം കാണാം. 4 ഷട്ടർ ഓപ്പൺ ചെയ്ത് വളരെ സുന്ദരിയായിട്ട് നിൽക്കുന്ന ഒരു നെയ്യാർ ഡാമിനെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പം നമുക്കിനി കാളിപ്പാറയുടെ ടോപ്പിലേക്ക് പോവാം. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകും തോറും നെയ്യാർ ഡാം നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിലെ നടന്നു പോകുമ്പം നല്ല ഒരു ട്രക്കിങ്ങിന് പറ്റിയ ഒരു സ്പോട്ടാണ്. സൈക്കിളിലൊക്കെ വരുന്നവർക്കും ബൈക്കിലൊക്കെ വരുന്നവർക്കൊക്കെ ഏകദേശം നമ്മൾ ഈ നടന്നു പോകുന്ന വഴി കൂടെ ഈസി ആയിട്ട് വണ്ടി കൊണ്ട് പോകാൻ പറ്റും. ഒരു കാടിൻ്റെ നടുവിലൂടെ നടക്കുന്ന ഒരു ഫീലിംഗ്, ചീവീടിൻ്റെ ശബ്ദമൊക്കെ ഇവിടെ ഒന്ന് ആസ്വദിക്കാൻ സാധിക്കും. അവിടെ നിന്ന് നടന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് കയറി വരുമ്പോൾ നമുക്കിവിടെ ബയോവേദ എന്ന് പറയുന്ന ഒരു ആയുർവേദിക് ഹിൽ റിസോർട്ട് കാണാം.
ഇതിനുള്ള റൂമും കാര്യങ്ങളും റെസ്റ്റോറൻറ്റ് എല്ലാം അവൈലബിൾ ആണ്. ഒരു ദിവസം ഇവിടെ ഒന്ന് താമസിച്ച് കുറച്ച് ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു പോകണമെന്നുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ക്ലോസ്ഡ് കണ്ടീഷനാണ്, അതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറുന്നില്ല. നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഒരു 100 മീറ്റർ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ടോപ്പിലോട്ട് കയറാനുള്ള വഴി കാണാം. ഇതാണ് ആ വഴി. ഈ റെയിലിൽ പിടിച്ച് വേണം മുകളിലേക്ക് കയറിപ്പോകാൻ. ഇപ്പോൾ നമ്മളങ്ങനെ കയറി ഒരു 50% എത്തിയോന്ന് അറിയില്ല, എങ്കിലും 50% ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ വ്യൂ ഇങ്ങനെ അടുത്തേക്ക് വരുന്നതായിട്ട് തോന്നും. ഇവിടെ ഒരു വാട്ടർ അതോറിറ്റിയുടെ ടാങ്കും ഒരു പമ്പ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും കുറേ ദൂരമുണ്ട് മുകളിലേക്ക്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പുകളാണ്, ഞാൻ കാണിച്ചു തരാം. ഇത്രയും കയറിയപ്പോൾ തന്നെ പറയാൻ ശ്വാസം കിട്ടുന്നില്ല, അത്രയ്ക്ക് കുത്ത് കയറ്റമാണ്. വരുന്നവരൊക്കെ സൂക്ഷിച്ച് വരിക. ഇനി അങ്ങോട്ട് സ്റ്റെപ്പുകളാണ്. ഇതെല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയും ആ ട്രസ്റ്റും ചേർന്നാണ് ഈ ഉള്ള നടപ്പാതയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മൾ മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയൊരു ഫീലിംഗ് ആണ്. നല്ല കുത്ത് സ്റ്റീപ്പായിട്ടുള്ള പ്രതലങ്ങളും ഇതേപോലെയുള്ള ചെടികൾ, ഇതെല്ലാം നമുക്ക് അവിടെയും കാണാൻ പറ്റും. അവിടെ പോകാൻ പറ്റാത്തവർ ഇവിടെ വന്നാലും. ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഈ പാറയുടെ ഇടയിൽ ചെറിയ കുഴിയും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കയറി വരണം. പിന്നെ അതുപോലെ എനിക്ക് തന്നെ ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും കിതപ്പാണെന്നുണ്ടെങ്കിൽ പ്രായമായവരൊക്കെ വരാൻ വളരെ പാടാണ്. ഇനി എനിക്ക് തോന്നുന്നു നല്ല ഡെവലപ്മെൻ്റ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ റോപ്പ് വേയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നെയ്യാർ ഡാമിൽ നിന്ന് ഇവിടം വരെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് അക്സസ് ചെയ്ത് വളരെ സുന്ദരമായിട്ട് ഒരു ട്രിപ്പ് നെയ്യാർ ഡാമിൽ ചെയ്തു പോകാൻ പറ്റും. ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇനിയും കയറാൻ പാടാണ്. ഇതേപോലെ കല്ലിൽ കൊത്തിവെച്ച് ചെറിയ സ്റ്റെപ്പുകളേ ഉള്ളൂ. നല്ലപോലെ പിടിച്ചേ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. കയറി നമ്മൾ ഏകദേശം ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പുകൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അമ്പലത്തിലെത്താം. പക്ഷേ ഇപ്പം നട അടച്ചിരിക്കുന്ന ഒരു സമയമാണ്, 10-10:30 നമ്മൾ മുകളിലേക്ക് കയറുന്നില്ല. ആകെ വേർത്തൊരു പരുവായി. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഗൂഗിൾ മാപ്പിൽ ഒരു ലൊക്കേഷൻ കാണും പോലെ നെയ്യാർ ഡാം മുഴുവൻ മാപ്പിൽ വരച്ചിട്ട് കണക്ക് റിസർവോയറും ഡാമും. ഇപ്പോഴത്തെ വളരെ ഭംഗിയായിട്ടുള്ള കാര്യം, വെള്ളം ഉള്ളതുകൊണ്ട് 4 ഷട്ടറും ഓപ്പൺ ആണ്. അതുകൊണ്ട് വളരെ നല്ല ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇനി മുകളിലോട്ട് പോവാം. ഏകദേശം മുകളിലെത്തി. അപ്പോൾ നമ്മുടെ പുറകെ കാണുന്നതാണ് കാളിപ്പാറ ലോകാംബിക ടെമ്പിൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ഇപ്പം സമയം കഴിഞ്ഞുകൊണ്ട് നട അടച്ചൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ ഒരു 10-35 സ്റ്റെപ്പ് മുകളിലോട്ട് കയറിയാൽ ഏറ്റവും ടോപ്പിൽ അമ്പലത്തിൻ്റെ അവിടെ എത്താം. പക്ഷെ അങ്ങ് വരെ പോകേണ്ട കാര്യമില്ല, ഇവിടെ നിന്ന് തന്നെ ആസ്വദിക്കാവുന്നതിൻ്റെ മാക്സിമം നമുക്ക് എൻജോയ് ചെയ്ത് നല്ല റിലാക്സായി പോകാൻ പറ്റും. പിന്നെ കയറി വരുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊന്നും ഈ മുകളിൽ വന്ന് ഈ ടോപ്പിലെ വ്യൂ കാണുമ്പോൾ അതൊന്നും ഒന്നുമല്ല. ഈ ഒരു സൈഡ് മുഴുവൻ നമുക്ക് ഏകദേശം ഒരു കാട്ടാക്കട ആ ഒരു സൈഡ് ഫുള്ള് കാണാം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. കാളിപ്പാറയുടെ മനോഹര ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തി സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയ ലൊക്കേഷൻ വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പം ഈ ലൊക്കേഷനും എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.